വിക്രമേട്ടാ വേണ്ട, എന്നെ ഇങ്ങനെ ഇതിനകത്ത്. വേണ്ട താമോളെ. നിങ്ങളുടെ ആ സോമനില്ലേ, അയാള് നമ്മുടെ ഒരു പഴയ പാർട്ടിക്കാരനായിരുന്നു. അയാളിപ്പോ മാനസികമായിട്ട് തകർന്ന് നടക്കുക, പാവം. അയാൾക്ക് നിന്റെ അച്ഛൻ കൊടുക്കാനുള്ള ആ പണം ഞാൻ തരാം. നിന്റെ അച്ഛൻ ഭയങ്കര അഭിമാനിയാ, അതുകൊണ്ട് അയാളതിന് തയ്യാറാവില്ല. പിന്നെ ആ പണം 15 ലക്ഷം രൂപ നിനക്ക് തരാമെന്ന് വച്ചാ നീ അതിൽ നിന്ന് വലിക്കാൻ നോക്കും. അതുകൊണ്ട് നീ ഒരു സഹായം ചെയ്തു തന്നാൽ മാത്രം മതി. സോമനെ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ എത്തിക്കണം. പ്രകാശ സോമനോട് പറഞ്ഞ സോമൻ വരില്ല. അയാള് മാധവൻ നായരുടെ അതേ അച്ചിൽ വാർത്ത അഭിമാനിയാ. ഞാൻ സോമനും പഴയ സമരമുഖങ്ങളായതുകൊണ്ട് നേരിട്ട് പറഞ്ഞ നിരസിക്കില്ല. സാറേ, അങ്ങനെ ചെയ്താൽ അതൊരു വലിയ ഉപകാരമായിരിക്കും. ഓക്കെ 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 എനിക്കിന്ന് 100 കൂട്ടം പരിപാടികളാ. ഇപ്പോഴും ഫോൺ എടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. ഓക്കെ സാർ, സോമനങ്ങളിലെ എവിടെ എത്തിക്കണമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ കൊണ്ടുവന്നോളാം. ശരി സാർ. അവൻ ചത്തു. ഏട്ടാ, ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യോ? വർഷേ, നീ കുറച്ചു മുന്നേ അത് പറഞ്ഞിരുന്നെങ്കിൽ ചെയ്യായിരുന്നല്ലോ. ഇനിയിപ്പോ സമയമില്ല. സാരമില്ല, നാളെ ആവട്ടെ. നാളെ ഞാൻ കുറച്ച് നേരത്തെ കാര്യങ്ങൾ ചാർട്ട് ചെയ്യാം. വിക്രമേട്ടന് സമയമില്ലെങ്കിൽ സാരമില്ല, എന്നെ പോകുന്ന വഴിക്ക് ആ ജംഗ്ഷനിൽ ഇറക്കിയാൽ മതി. ഞാനൊരു ഓട്ടോ വിളിച്ചു പൊക്കോളാം. അമ്മയൊന്ന് കാണണമെന്നൊരു തോന്നല്. എന്താ മോളെ ഇത്? വയലിൽ നമ്മുടെ കുഞ്ഞുള്ളതല്ലേ, ഈ സമയത്ത് ഓട്ടോയിൽ പോയാലൊന്നും ശരിയാവില്ല. മാത്രമല്ല, അവൻ വിക്രം എന്ന കോടീശ്വരന്റെ മകനാ. അവൻ സഞ്ചരിക്കാനുള്ളത് ഓട്ടോയിലൊന്നും അല്ല, ലക്ഷറി കാറുകളിലാ. ഏട്ടാ പ്ലീസ്. പക്ഷേ ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ വരാൻ ശ്രമിക്കാം. എന്നിട്ട് എന്ത് വേണം നമുക്ക് നോക്കാം. പറ്റുമെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ നിന്റെ വീട്ടിലേക്ക് പോവാം. ആദ്യം മോള് കയ്യിലിരിക്കുന്ന താക്കോലിങ് എടുക്ക്. എടുക്ക്. അല്ല, താക്കോൽ എന്തിനാ? അതെന്റെ കയ്യിലിരിക്കട്ടെ. എന്താ വർഷ ഇത്? ഒരു പക്ഷെ ഞാൻ മടങ്ങി വരുമ്പോ എന്റെ വർഷം മുഴുവൻ നല്ല ഉറക്കത്തിലാണെങ്കിൽ വെറുതെ വിളിച്ച് ശല്യപ്പെടുത്തി ഉറക്കം കളയണ്ടെന്ന് കരുതിയല്ലേ ഞാൻ ഈ താക്കോലും പൂട്ടി പോകുന്നേ. നീ എന്താ അത് മനസ്സിലാക്കാത്തെ? വിക്രമേട്ടാ വേണ്ട, എന്നെ ഇങ്ങനെ ഇതിനകത്ത്. ഇങ്ങതാ. വേണ്ട താമോളെ. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാവേ. മോള് റെസ്റ്റ് എടുത്തോ.
ശരി, വിക്രമിന്റെ വർഷക്കുട്ടിയല്ലേ? ചെല്. ഓക്കെ, ഞാൻ പോട്ടെ. ഓള് പോയി റെസ്റ്റ് എടുക്ക. ടാറ്റാ, ബൈ. വർഷ, അവളിനി എന്നും ഇതിനകത്ത് തന്നെ ആയിരിക്കും, കൂട്ടിലടച്ച പട്ടിയെ പോലെ. രക്ഷപ്പെടാനാവാത്ത വിധം വീണ്ടും അയാൾ ഒരുക്കി വലയിൽ പെട്ടിരിക്കുകയാണല്ലോ ഞാൻ. അതോ ഞാൻ തന്നെ സ്വയം ഒരു വല തീർത്ത് അതിൽ കുടുങ്ങിയതാണോ?